ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരു മെക്സിക്കൻ വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചിക്കൻ ബറീറ്റോ എന്നാണ് വിഭവത്തിൻ്റെ പേര്. ഇത് നമ്മൾ ടോർട്ടിലോ എന്ന് എഴുതുമെങ്കിലും ടോട്ടിയോ എന്നാണ് പറയുക. ടോട്ടിയോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി പോലെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടാണത് സാധിക്കുക. അപ്പോൾ ഇത് മെക്സിക്കൻ വിഭവമാണ്. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഞാൻ ബാക്കി കാര്യം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറയാം. നമ്മുടെ ടോർട്ടിലോ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയെങ്കിലും ടോട്ടിയോ എന്നാണ് ഇതിൻ്റെ സ്പാനിഷ് പ്രൊനൗൺസിയേഷൻ. അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പറയാം. ഇത് മൈദയാണ്. ഇത് ഇപ്പോൾ ഒരു 6 ഉണ്ടാക്കാൻ 6 4 ഉണ്ടാക്കാൻ ടോട്ടിയോ ഉണ്ടാക്കാനുള്ളതാണ്. ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുണ്ട്. ഇത് ഒരു 1/4 കപ്പ് വനസ്പതി ഘീ ഉണ്ട്. വനസ്പതി നമ്മുടെ ഡാൽഡ. പിന്നെ അല്പം ഉപ്പ്. ഇത്രയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഈ മൈദ നമുക്ക് ചേർക്കാം. മൈദ ചേർത്തതിന് ശേഷം ബേക്കിംഗ് പൗഡർ ചേർത്തു. അതിന് ശേഷം നമ്മൾ ഈ വനസ്പതി ഘീ ഡാൽഡ അത് ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. ഇതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് ഇത് കുഴയ്ക്കണം. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൽ കുറേശ്ശെ ചേർക്കാവുള്ളൂ. ചെറു ചൂടുവെള്ളം ചേർക്കണം. നമ്മൾ ചപ്പാത്തി പൂരിക്ക് കുഴയ്ക്കുന്ന മാതിരിയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ കുഴച്ചു. നന്നായിട്ട് കുഴയ്ക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഇതൊരു 15 മുതൽ അരമണിക്കൂർ വരെ ഇതിനെ ഒന്ന് കീപ്പ് ചെയ്യണം. അതിന് പകരം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഇത് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സമയലാഭത്തിന് വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് മാറട്ടെ. ഇനി ഇതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ, പൂരിക്ക് പരത്തുന്ന പോലെ പരത്തണം. അതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. പരത്തണമല്ല. ഇപ്പോൾ പൊടി പുരട്ടാം. നമ്മളിത് പരത്തി കഴിഞ്ഞു. ടോട്ടിയോ നമ്മളിതിടാം. ഇനി എണ്ണയൊന്നും പരട്ടണ്ട. മറിച്ചിടാം. ചപ്പാത്തി പോലെ അല്ല, ചുട്ട് കഴിയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് റോൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടാണ് അത് ഉണ്ടാവുക. അതുകൊണ്ടാണിത് ഡാൽഡയൊക്കെ ചേർത്തിട്ട് കുഴയ്ക്കുന്നത്.
അപ്പോൾ ഫ്ലെയിം അല്പം കുറയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ടോർട്ടിയോ ആയി കഴിഞ്ഞു. ഇതിൻ്റെ മിക്സിങ് തുറന്നതാണ്. കുറച്ച് ടഫാണ് മിക്സിങ്, എങ്കിലും ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ചേരുവകളൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ചെയ്താൽ വളരെ ഈസിയാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ബാൽസാമിക് വിനിഗറാണ്. ഇതാണ് ബാൽസാമിക് വിനിഗർ. പിന്നെ അടുത്തതായിട്ട് ആപ്പിൾ സൈഡർ വിനിഗർ. സൈഡർ എന്ന് പറയാറുണ്ട്, ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് പറയാം നമുക്ക്. ആപ്പിൾ സൈഡർ വിനിഗർ, ഇതാണ് ആപ്പിൾ സൈഡർ വിനിഗർ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിള വരണം, ഒന്ന് ബോയിലാവട്ടെ. ഇതൊന്ന് ബോയിലായതിനു ശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കേണ്ടതുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഹണിയാണ്, തേൻ. അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. തേൻ ചേർത്തു. ഇനി നമുക്കല്പം ചില്ലി പൗഡർ ചേർക്കാനുണ്ട്. ചില്ലി പൗഡർ ചേർക്കാനുണ്ട്. ഫ്ലേക്ക് നമ്മൾ വേറെ ചേർക്കും കേട്ടോ. മെക്സിക്കൻ ആയത് കാരണം കുറച്ച് ഹോട്ടൊക്കെയാണ്, സ്പൈസിയാണ്, കുഴപ്പമില്ല. നമുക്കതിൽ അല്പം ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ 250 ഗ്രാമാണ്. ഇത് ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് വേവാനുണ്ട്. ഇത് കുക്കാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളം വറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മളൊരു ബാർബക്യൂ സോസ് ഉണ്ട്. ബാർബക്യൂ സോസ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് ബാർബക്യൂ. ഇത് ചിക്കൻ ബാർബക്യൂ, ഫിഷ് ബാർബക്യൂ, ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സോസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചേർക്കണം. ബാർബക്യൂ സോസാണ്. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. മൂടി വയ്ക്കാം, വേവട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കുക്കായി, ഇത് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതല്പം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി റൈസ് ആക്കണം. ഇത് മാറിയിരിക്കട്ടെ. പാൻ ഞാൻ വെച്ചു, ചൂടാവട്ടെ. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഓയിലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ചേർത്തു. എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഗാർലിക് ചോപ്പിലാണ് ചേർക്കേണ്ടത്.
അല്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിക്കോട്ടെ ഗാർലിക്. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഓനിയൻ ഫൈൻലി ചോപ്ഡാണ്, നന്നായിട്ട് പൊടിയായി അരിഞ്ഞ സവാളയാണ് ചേർക്കാനുള്ളത്. നമ്മുടെ ഗാർലിക്ക് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഓനിയൻ ചേർക്കാം. ഓനിയൻ ചേർക്കുമ്പോൾ നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർക്കാം, പെട്ടെന്നാവാൻ വേണ്ടി. നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. അതിന് മുമ്പ് ഒന്ന് പറയാനുള്ളത്, ഇതിൻ്റെ പേര് ചിക്കൻ ബറീറ്റോ എന്നാണ്, BURRITO, ചിക്കൻ ബറീറ്റോ. ഇതിൻ്റെ സ്പെല്ലിങ്ങും ഒക്കെ വ്യത്യാസമാണ്, ഇതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ. ഇത് സ്പാനിഷ് ഭാഷയും മറ്റിതെല്ലാം കൂടെ ചേർന്നാണ്. ഇത് മെക്സിക്കൻ ആയതുകൊണ്ട് മെക്സിക്കോയിൽ സ്പാനിഷാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ടോർട്ടില്ലോ, TORTILO എന്നാണ് പറയുക, ടോർട്ടിലോ എന്നാണ്. പക്ഷേ അതിൻ്റെ ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ ടോർട്ടിയോ എന്നാണ്. ടോർട്ടിയോ ഉണ്ട്. അതുപോലെ നമ്മളിനി അടുത്തുണ്ടാക്കുമ്പോൾ എൻഷിലാഡ, ENCHI. അത് എൻഷിലാഡ എന്നും പറയാൻ പാടില്ല, ഷായും പറയരുത്. നമ്മൾ ശശി എന്നൊക്കെ പറയുന്ന ആ ഷാ ഏകദേശം എൻഷിലാഡ എന്നാണ് പറയുന്നത്. അത് ഉണ്ടാവും. എൻഷിലാഡ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇലക്ട്രിക് അവൻ ഉണ്ടാവില്ലല്ലോ. അത് ആക്കിയിട്ട് അവനിൽ വെച്ചിട്ട് അത് ബേക്ക് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പ്രയാസമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേക്ക് ചെയ്യേണ്ടാത്ത ഒരു എൻഷിലാഡ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. അതാണ് ചിക്കൻ ബറീറ്റോ. അപ്പം നമ്മുടെ സവാള ഇതിനിടയ്ക്ക് ഏകദേശം ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു ഇറ്റാലിയൻ ഹെർബ് ചേർക്കാനുണ്ട്. ഇത് നമ്മൾ ചേർക്കേണ്ടത് ഡ്രൈഡ് ഒറിഗാനോയാണ്. പക്ഷേ ഞാനിപ്പോൾ ഡ്രൈഡ് ഒറിഗാനോയ്ക്ക് പകരം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മിക്സഡ് ഹെർബാണ്. ഇതിൽ റോസ്മേരി ഉണ്ട്, തൈമുണ്ട്, ഒറിഗാനോ ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇതെല്ലാം കൂടെ മിക്സഡാണ്, മിക്സ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്നാണ് മിക്സഡ്. ചേർക്കാം. ഇറ്റാലിയൻ ഹെർബ് എന്ന് പറയും ഇതിനെയൊക്കെ. നമ്മുടെ കോണ്ടിനെൻ്റൽ റെസിപ്പികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇറ്റാലിയൻ ഹെർബ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇതിന് മുമ്പ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ പ്യൂരി ചേർത്തത് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് റൈസാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ്. ഒരു 3/4 കപ്പ് റൈസ് എടുത്തപ്പോൾ 2 കപ്പ് റൈസ്, 3/4 കപ്പ് റോ റൈസ് എടുത്തപ്പോൾ 2 കപ്പ് കുക്ക്ഡ് റൈസായി മാറി ബാസ്മതി. ഇത് അവരുടെ രീതിയിൽ മെക്സിക്കൻ റൈസ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ നമുക്കിവിടെ മെക്സിക്കൻ റൈസൊന്നും കിട്ടാനില്ലാത്ത കാരണം ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ നല്ല ഇനം ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ചില്ലി ഫ്ലേക്ക് ചേർക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ മെക്സിക്കൻ ഐറ്റം ഒക്കെ കുറച്ച് സ്പൈസിയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽപ്പെട്ടതാണല്ലോ മെക്സിക്കോയും. നമുക്കൊരല്പം ഉപ്പ് നോക്കേണ്ടതുണ്ട്.
ഉപ്പ് ഒരല്പം കൂടെ ആവാം. നമ്മൾ റൈസ് മിക്സായി കഴിഞ്ഞു. ഇനി നമ്മൾ അല്പം തണുക്കാൻ വയ്ക്കാം. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ ബെറിട്ടോ ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മുടെ ടോർട്ടിയ ഇതെടുത്ത് വെച്ചു, ഒരെണ്ണം എടുത്ത് വെക്കുക. ഇനി വേണ്ടത് ഇതിൽ ലെറ്റ്യൂസ് എന്ന് എഴുതുമെങ്കിലും ലെറ്റസ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ലെറ്റസ് ഇതിൻ്റെ അടിയിൽ നിർത്തുക. ഇതൊക്കെ ഫ്രഷ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. ഇനി അതിന് ശേഷം റൈസ്, നമ്മളുണ്ടാക്കിയ റൈസ് ഇതിൽ വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ വയ്ക്കണം. ഇനി റോൾ ചെയ്യണം ഇതിനെ. ഇപ്പം ചോട്ടിയ ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് റോൾ ചെയ്യാൻ പ്രയാസമുള്ളത്. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സാലഡ് ഉണ്ടാക്കാം. നമ്മുടെ ലെറ്റസ് സാലഡ് തന്നെയാണ്. ലെറ്റസ് എടുത്തു. ഇത് ചൈനീസ് ക്യാബേജ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, കുറച്ച് ഒലിവ് ഉണ്ട്, ഇനി നമുക്കിത് ചേർക്കാനുള്ളത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇപ്പോൾ ഞാൻ ചേർത്തത് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ്. അത് സാലാഡ് ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത്, സാലാഡ് ഡ്രസ്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കൊരല്പം ഇതിൽ ബാൽസാമിക് വിനീഗറും ചേർക്കാം, അതല്ലെങ്കിൽ സാധാരണ വിനീഗറും മതി. അല്പം മതി. അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. നമ്മളിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ബെറിട്ടോ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ആണിത് ചെയ്യേണ്ടത്. ഇങ്ങനെ വയ്ക്കുന്നു. അതിന് പ്രസൻറ്റേഷന് വേണ്ടി നമുക്ക് ഈ സലാഡ് ഇതിൻ്റെ സൈഡിൽ വയ്ക്കാം.
മതിയാവും. ഒരു ബോയിൽഡ് എഗ്ഗ് കൂടെ നമുക്ക് ഇതിന് മുകളിൽ വയ്ക്കാം. നമ്മുടെ ചിക്കൻ ബറിട്ടോ ഒരു മെക്സിക്കൻ വിഭവം നമ്മളിവിടെ ഇതിൻ്റെ റെസിപ്പി ഇവിടെ പൂർണ്ണമാവുകയാണ്. മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്ലേറ്റിങ് ചെയ്തിരിക്കുന്നു. ഇത് ബറിട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സലാഡ് ഇതാണ്, ലെറ്റസ് സലാഡാണ്. ഒരു ബോയിൽഡ് എഗ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഷിലാഡ എന്ന് ഞാൻ പറഞ്ഞ സാധനം അത് ഇതുമാതിരി കവർ ചെയ്യില്ല. ഇത് മൊത്തത്തിൽ ആക്കിയിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് അതിൽ എൻഷിലാഡ സോസും നമ്മുടെ ചീസ് കട്ട് ചെയ്തും കൂടെ വെച്ചിട്ട് ബേക്ക് ചെയ്യും. ബേക്ക് ചെയ്യുമ്പോൾ ചീസൊക്കെ ഇതിൽ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു പ്രത്യേക രീതി എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. ഒന്നിച്ച് കൂടി യോജിച്ച് കഴിഞ്ഞാലും അത് ഞാൻ ഒരിക്കലും അടുത്ത തവണ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഇത് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ വരിക. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. ഓൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ വിഭവങ്ങൾ, നമ്മളെ റെസിപ്പികൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ ഒരു പുതിയ വിഭവമായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.